ഹലോ. എൻ്റെ കൂട്ടുകാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എൻ്റെ കൂട്ടുകാർക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ്? എനിക്കിന്ന് ചപ്പാത്തിയാണ്. ചപ്പാത്തിയും എന്നൊരു വെറൈറ്റി ടേസ്റ്റിൽ ഒരു മുട്ടക്കറി വെച്ചതാണ്. അപ്പം ഇന്ന് മുട്ടക്കറിയും ചപ്പാത്തിയാണ് എനിക്ക്. ഞാൻ ഈ കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇടുമ്പം ഓരോരുത്തരുടെ കമൻറ്റുകളാണ്. ഇവരുടെ വിചാരം കേട്ട് കഴിഞ്ഞാൽ ഇവരങ്ങ് UK-യിലാണെന്നാണ് ഇവർ വിചാരിക്കുന്നതെന്ന്. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, UK-യിൽ നിന്ന് ഇന്ത്യയിൽ കിട്ടാത്ത സാധനങ്ങൾ വരെ UK കിട്ടും. അറിയത്തില്ലെങ്കിൽ UK താമസിക്കുന്നവരോടൊന്ന് ചോദ്യം, UK-യിൽ എന്തൊക്കെ സാധനം കിട്ടുന്നത് കിട്ടാത്തതെന്ന്. അല്ല, എന്തോ ഒരു വയറിച്ചില്ല നിങ്ങൾക്കല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, ജന്മന ഉള്ളതല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിപ്പോൾ നിങ്ങളെ മാറ്റിയെടുക്കാൻ എനിക്ക് സാധിക്കത്തില്ല. ഞാൻ എന്നാൽ ഈ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞതാണ്. ഇവരുടെ വിചാരം കേട്ടാൽ ഇവരങ്ങ് UK-യിലെന്നാണോ എന്ന വിചാരമൊന്നും വരും. UK-യിലുള്ള ആൾക്കാർക്കറിയാം അവിടെ എന്തെല്ലാം കിട്ടുമെന്നുള്ളൂ. കാശുണ്ടെങ്കിൽ എല്ലാ സാധനവും കിട്ടും അവിടെ. ഓക്കെ, അപ്പോൾ ആ കാര്യമൊക്കെ വിട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചെറിയൊരു കുത്തു കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരത്തില്ല. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, ചപ്പാത്തിയും മുട്ടക്കറിയും. അപ്പോൾ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ടേസ്റ്റ്. ആക്ച്വലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ മുട്ടക്കറി കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരിൻ്റെ റെസിപ്പി അല്ലേ ചോദിക്കുന്നത്? വിഷമിക്കേണ്ട, എൻ്റെ റെസിപ്പി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പോയിട്ട് ഇതിൻ്റെ റെസിപ്പി കണ്ടിട്ട് പോവാം. അപ്പോഴത്തേന് ഞാൻ ഈ ചപ്പാത്തി ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ ഉണ്ടെന്നുള്ളത് പറയണം കേട്ടോ. അതിനുവേണ്ടി പാൻ അടുപ്പ് വെച്ച് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടേബിൾ സ്പൂൺ ജീരകം, 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. എന്നിട്ട് ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, 2-3 ഗ്രാമ്പു, 2 ഏലക്ക, എന്നിട്ട് ഒരു 7-10 ചെറിയ ഉള്ളി, അതിൻ്റെ കൂടെ ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത്. ഇത് ഇത്രയും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്യണം. അതിൻ്റെ കൂടെ 2-3 വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇനി ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ല, അത് നന്നായിട്ട് ഫ്രൈ ആയി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് പാനടപ്പ് വെച്ച് ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, എന്നിട്ട് കുറച്ച് കറിവേപ്പില, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഉണക്കമുളക്, ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഞാൻ ഇതിനകത്ത് അന്നുണ്ടെങ്കിൽ എരിവിന് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് കറിക്ക് വേണ്ടുന്ന ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇനി എരിവിന് വേറൊന്നും ചേർക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ എരിവ് എത്ര വേണം അതിനനുസരിച്ചിട്ട് കുരുമുളക് ചേർക്കണം. എന്നിട്ട് അതിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ച മുട്ട ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചുകൊണ്ട് വന്ന മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെന്ത് കുറുകണം. ആ മസാല ഒന്ന് വെന്തിട്ട് നന്നായിട്ടൊന്ന് കുറുവട്ടെ. ഉണ്ടല്ലോ, അപ്പോൾ മസാല നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകുന്നുണ്ട്. എൻ്റെ കൂട്ടുകാർക്ക് ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ ചാറ് പോലെ എടുക്കുക. അല്ല നന്നായിട്ട് കട്ടിക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഡ്രൈ ചെയ്യാം കേട്ടോ. എനിക്ക് മുട്ടക്കറി എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രേവി വേണം. അതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂട്ടുകാർ കണ്ടോ ഇതിൻ്റെ റെസിപ്പി കണ്ടോ? എങ്ങനെയുണ്ട് മുട്ടക്കറി? സൂപ്പറല്ലേ? നിങ്ങളുടെ റെസിപ്പി കണ്ടുകൊണ്ട് വന്ന നേരത്തിന് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. അത് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ആ ഗ്രേവിക്കൊക്കെ ആ ചെറിയ ഉള്ളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചുമ്മാ രാവിലെ കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് അതിൻ്റെ കൂടി റെസിപ്പിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അതിൻ്റെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ, സീ യു.